ഇന്ന് ഞാൻ വൈകുന്നേരം നാടൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. നല്ല രസമാണ് വൈകുന്നേരം അങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങിയാണ്ട് നമ്മളെ നാട് കാണാനൊക്കെ ഉണ്ട് ഇറങ്ങിയാൽ. ഇതിലെങ്ങനെ പോയാൽ നമ്മൾ പാടത്തേക്ക് എത്തും. ഇതുവരെ നമ്മൾ പാടത്തേക്ക് നമ്മൾ പോയി നോക്കിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒന്ന് പോയി നോക്കുകയാണ്. പാടത്തേക്കുള്ളപ്പോൾ പുതിയ ഒരു റോഡാണത്. ഇപ്രാവശ്യം പുതിയ റോഡൊക്കെ വന്ന് ആദ്യം ഇങ്ങനെ ഈ വഴി നല്ല കല്ലൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു, വണ്ടിയൊന്നും പോകില്ല അതിന്. അപ്പോൾ അത് കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ലൊരു റോഡാക്കി. ഇവിടെ ഒരു തോടുണ്ട്, ആ തോടിൻ്റെ അടുത്ത് മേലെ ഒരു പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലാണത്. പാടത്ത് കപ്പ കൃഷിയൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ. കപ്പ കൃഷി ചെയ്തവർ മരച്ചീനി എന്നറിയും ചിലർ. വൈകുന്നേരം ഇവിടെ അങ്ങനെ വന്നിരുന്നാലുണ്ടല്ലോ കാണാൻ നല്ല രസമാണ്. ഞങ്ങളെ നാട്ടിലെ പള്ളി മദ്രസയാണ് കാണുന്നത്. ഈ ഭാഗത്ത് നിന്നിട്ട് ആ തലക്കൊക്കെ ഇങ്ങനെ നോക്കിയാൽ ഭയങ്കര രസം. അതിൻ്റെ അടിയിലൊരു വിമാനം പോയി, അതിനെ കാണുമോ നോക്കുകയാണ്. മഴക്കാറും ഉണ്ട് ചെറുതായിട്ട്. മഴയ്ക്ക് 1-2 പ്രാവശ്യം പെയ്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ചിലർക്ക് മാറി. ചിലർക്ക് ഇപ്പോഴും മഴ ബുദ്ധിമുട്ട് തന്നെയാണ്. വിമാനം കണ്ടില്ല. അതാണ് കപ്പ കൃഷി, മരച്ചീനി. ചിലർ പൂളാന്ന് പറയും കേട്ടോ. ചില ഭാഗത്തൊക്കെ പൂളെന്ന് പറയുന്നത് വളരെ മോശമായൊരു വാക്കാണ്. ഇവിടെ മുഴുവനും കൃഷിസ്ഥലങ്ങളാണ് അധികം. വീടുകൾ കുറവാണ് ഇങ്ങോട്ട്. പിന്നെ ആ പള്ളിൻ്റെ ആ മദ്രസ കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്കാണ് പിന്നെ വീടുകളൊക്കെ, പാടത്തിൻ്റെ അപ്പുറത്തേക്ക്. ഈ കാണുന്നപ്പോൾ നമ്മളെ കൃഷിസ്ഥലം കേട്ടോ. ഈ പൂളൊക്കെ ഈ കപ്പയൊക്കെ വെച്ചിട്ടുള്ളത് നമ്മളാണ്. ഇതിൻ്റെ ഇടയിൽ ചെറിയ അടുത്ത് കുറച്ച് വാഴക്കൃഷികളൊക്കെ ഉണ്ട്.
നേരെ അങ്ങോട്ട് പോയാൽ ഇപ്പോൾ നമ്മളെ വീടാണ് കേട്ടോ. എൻ്റെ വീടാണ് അവിടെ കാണാം. ഇവിടെ നോക്കിയാൽ കാണില്ല, ആ മരങ്ങളെ കാണുന്നുണ്ടല്ലോ, ആ കവുങ്ങിൻ തോട്ടവും തെങ്ങിൻ തോപ്പൊക്കെ കാണുന്നില്ലേ. എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പിന്നെ ഒരുപാട് വീടുകളുണ്ട്. അവിടെയാണ് പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ നിറച്ച് ഇവിടെ കൃഷിയായിരുന്നു, വാഴയായിരുന്നു. ഇപ്പോൾ വാഴ കൃഷി കഴിഞ്ഞു, വീണ്ടും പിന്നെ കപ്പ കൃഷി തുടങ്ങി. നല്ല വെള്ളമുള്ള ഏരിയയാണ് ഈ പാടത്തൊക്കെ കേട്ടോ. നമ്മളെ കുറച്ച് അപ്പുറത്തേക്കൊന്നും വലിയ വെള്ളം കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, മഴ പെയ്തപ്പോൾ കുറച്ചൊക്കെ വെള്ളം തുടങ്ങി. അതിൻ്റെ ഇടയിൽ മഴക്കാറും ഉണ്ട് നല്ല. കവുങ്ങിൻ തോട്ടാണ് കാണുന്നത്. അവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇത്രയും സ്ഥലം കാണുന്ന ഈ സ്ഥലം ഇത് നമ്മളെ സ്വന്തം സ്ഥലമാണ്. അതങ്ങനെ അതിര് കാണിച്ചെന്നാണ് ഞാനത്. ഈ വരമ്പ് ഇങ്ങനെ പോയിട്ട് ഈ ഒരു സ്ക്വയറായിട്ട് ഇങ്ങനെ കാണുന്നതാണ്. അങ്ങനെ നമ്മൾ വിമാനം കണ്ടിട്ടോ. കുറേ നേരം മേഘത്തിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോയി കണ്ടില്ലായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ടോ, സൂം ചെയ്തപ്പോൾ ശരിക്കും കാണില്ലേ. ഈ ഒഴിഞ്ഞ സ്ഥലമാണ്. ഈ പാടത്തു നിന്ന് കണ്ട് ഇങ്ങനെ നോക്കിയാൽ ആകെ പരന്ന് നല്ല, അവിടെ കുറേ പച്ചപ്പ്, ഇവിടെ കുറേ പച്ചപ്പ്, ചുവപ്പ്, നല്ല രസമാണ് കാണാൻ. കുറച്ച് കപ്പുള്ളൊരു കണ്ടാണ്, ഒരു പാടുണ്ടാണ്. അതിൻ്റെ ഇടയാണ് പക്ഷികളിങ്ങനെ വന്നിരുന്ന് നിറയെ നല്ല ശബ്ദമൊക്കെയാണ് അതിൻ്റെ ഇടയിൽ. അടുത്തേക്ക് ചെന്നാൽ അവരൊക്കെ പാറിപ്പോവും. സൂം ചെയ്തെടുത്ത് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഈ മൈനക്കിളിനെ ഷാണാക്കിളി എന്നറിയും. കാണാൻ നല്ല രസമാണ്. ഒറ്റ പക്ഷീനെ കണ്ടാൽ അന്ന് മോശമാണെന്നൊക്കെ പറയും ചിലവർ. നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ നടന്നാൽ മതി. നമുക്ക് നമ്മളെ നാടിൻ്റെ ഭംഗി അറിയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും കാണാം.